ടിക്കറ്റ് ഫിനാലയുടെ 4ാമത്തെ ടാസ്കിൽ നിന്ന് ആദിലയും ഔട്ടായിരിക്കുകയാണ്. ടാസ്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളെ ശല്യം ചെയ്യുന്ന ഒരു സ്വഭാവം നെവിന് ഭയങ്കരമായിട്ട് കൂടുതലാണ്. നെവിനെ അനുമോളെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് നിനക്ക് നാണമില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ വീണ്ടും അനുമോളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് 2-3 തവണ വാണിംഗ് കൊടുത്തു നെവിൻ മാർക്കിൽ നിന്നുകൊണ്ട് മാത്രം എറിയുക, ഇത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആര്യം പറയുന്നുണ്ട് നീ വളരെ മോശമാണ് കാണിക്കുന്നത് കേട്ടോ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നിറയെ ബോളുകളെല്ലാം വാരി കൊണ്ടുവന്നിട്ട് ഇവരെ തന്നെ തിരിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് ബോളുകൾ കളക്ട് ചെയ്യാൻ പാടില്ല, ഒരാൾ മാത്രം പോയി കളക്ട് ചെയ്തുകൊണ്ട് വരിക, അതിനുശേഷം അടുത്ത ആൾ പോവുക, അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഇവർ താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് കണ്ടസ്റ്റൻറ്റുകൾ, ആ മത്സരത്തിൽ നിൽക്കുന്നവർ. നെവിനെ ഇതിനിടയ്ക്ക് 3-4 പ്രാവശ്യമാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത്, മാർക്കർ നിന്നുകൊണ്ട് എറിയുക, എന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബറും ആര്യനും എല്ലാവരും കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അനുമോൾ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പം വലത്തെ കൈക്ക് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ് ഇപ്പം നടക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ മാമൻ്റെ മോന്, അതുകൊണ്ട് തന്നെ ഔട്ടാക്കത്തില്ല. അനുമോൾ കള്ളക്കളി കളിക്കുന്നു, അനുമോളെ ഔട്ടാക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച ഒരു മഹാൻ ചെയ്യുന്ന പണിയുണ്ടോ, 2 കൈ കൊണ്ട് അത് ഉയർത്തുന്നത്, ഒറ്റ കൈ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ കള്ളക്കളി കളിക്കുന്നത് ആരാണ്? ഇതൊക്കെ കാണാൻ അവിടെ ആരുമില്ല. ഈ ബിഗ് ബോസ് പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ലൈവിലിരിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ആരാണ് കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് ഈ അക്ബർ തന്നെയാണ് എത്ര സമയമായിട്ട് പറയാണ് അനുമോൾ ഇടത്തെ കൈക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടത്തെ കൈ കൊണ്ട്, അതുകൊണ്ട് ഇവളെ ഔട്ടാക്കണം ബിഗ് ബോസ്, ഔട്ടാക്കണം ബിഗ് ബോസ് എന്ന്. ഇതൊന്നും കാണാൻ ബിഗ് ബോസും ഇല്ല, മറ്റാരും അവിടെ ഇല്ല, മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ പോലും ശ്രദ്ധിക്കുന്നില്ല.